ഹലോ, മാത്തച്ഛനല്ലേ? ഓ യാ. മാത്തച്ഛന് ഉപകാരമുള്ള ഒരു കാര്യമായിട്ട് വന്നതാ. ഓക്കെ കം ഇൻ പ്ലീസ് കം ഇൻ. പേരെന്നാണെന്നാ പറഞ്ഞത്? തോമസ് യാദവ് ബിർള. മാത്തച്ഛ 63 ഇഞ്ചിന്റെ ഒരു LCD TV ഇവിടെ ഇരുന്ന മാത്തച്ഛന് വിരോധമുണ്ടോ? അത് വിരോധമില്ല. മാത്തച്ഛനും ലീലാമ്മയ്ക്കും ഓരോ പുതിയ കാറ്, ഒരു ബെൻസും ഒരു BMW. വിരോധമുണ്ടോ? വിരോധമില്ല. നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് 4-5 വീട്. വിരോധമുണ്ടോ? അതിനൊട്ടും വിരോധമില്ല. മിസ്റ്റർ ബിർള, ഇതൊക്കെ എങ്ങനെ നടക്കും? അതും ഈ ക്രെഡിറ്റ് ക്രഞ്ചിന്റെ സമയത്ത്. നോട്ടു കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. 1 രൂപ നോട്ടു കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ഭാരം താങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങളെ തേടി നടപ്പു. വരുവിൽ നിങ്ങൾ വരുവിൽ. മായമില്ല, മന്ത്രമില്ല, ജാലവുമില്ല. അതാ മാത്തച്ഛ പറഞ്ഞത്. ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്ത് ബാങ്കിൽ പൈസ ഇടുന്നത് വെറുതെയാ. ബാങ്ക് എല്ലാം പൊട്ടുക. ഞങ്ങളുടെ പൈസ മുഴുവനും ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. മാത്തച്ഛൻ കേട്ടില്ലേ ഇവിടെ ബാങ്കെല്ലാം പൊട്ടിയ കാര്യം? ആണോ? ശരിയാ, ഞാനും കേട്ടായിരുന്നു ബാങ്കൊക്കെ പൊട്ടുന്ന കാര്യം. അയ്യോ, നമ്മുടെ പൈസ പോവോ? അപ്പൊ പിന്നെ എന്നാ ചെയ്യാൻ നോക്കുന്നേ മിസ്റ്റർ ബിർള? എന്നാ മാത്തച്ഛ നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. ഇലാമോ 2 ചായ എടുത്തോ. ഇന്ന് എൻ്റെ വിസിറ്റിംഗ് കാർഡ്, ലാപ്ടോപ്പും ഉണ്ട്, ഐഫോണും ഉണ്ട്. ഫുൾ സെറ്റപ്പാ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മാത്തച്ഛൻ ആരോടും പറയരുത്. അച്ഛനായതുകൊണ്ട് മാത്രം പറയുക. ഏറ്റവും പുതിയ സ്കീം, പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഇലാമോ, ചായ മാത്രം പോരാ, കടിക്കാനുള്ളതോടെ എടുത്തോ, ആവശ്യം വരും. അതായത് മാത്തച്ഛ, ഈ ആകാശത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പ്ലെയിൻ പോകുന്നു, റോക്കറ്റ് പോകുന്നു, മിസൈല് പോകുന്നു. ഇതെല്ലാം ആകാശത്ത് വെച്ച് ഇലക്ട്രോണിക് തരംഗങ്ങൾ ഉണ്ടാക്കും. ഈ ഇലക്ട്രോണിക് തരംഗങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക. ഈ സങ്കീർണമായ വികിരണങ്ങളെ സമൂലം നിർവീര്യമാക്കാൻ ഭൂഗോളത്തിൻ്റെ ആകർഷണ വികർഷണ തത്വം ഉപയോഗിച്ച് വിസ്ഫോടനാത്മകമായ ഒരു സമവാക്യത്തിലൂടെ ഈ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന ഒരു സ്വിച്ച്. അതെ, സ്വിച്ച്. രജനി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നിർമ്മിച്ച ഈ സ്വിച്ചാണ് നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്നത്. മിസ്റ്റർ ബിർള, ഈ സ്വിച്ച് എങ്ങനെയാണ് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്? അച്ചായൻ ഈ സ്വിച്ച് വീട്ടിൽ പിടിപ്പിക്കുക. ആകാശത്തുകൂടി എന്ത് പറന്നാലും ഈ സ്വിച്ച് അതിൻ്റെ തരംഗങ്ങളെ പിടിച്ചെടുക്കും. അത് ക്ലിക്ക് ചെയ്യും. ഓരോ ക്ലിക്കിനും അച്ചായന് പൈസയാ. അച്ചായൻ ചെയ്യേണ്ടത് ലണ്ടനിൽ ഹിൽട്ടൺ ഹോട്ടലിൽ നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുക. അവിടെ എല്ലാം വിശദമായി പറഞ്ഞു തരും. 30,000 പൗണ്ട് എൻ്റെ കയ്യിൽ തരിക. മാസം 10,000 പൗണ്ട് മേടിക്കാൻ റെഡി ആയിക്കോ. മിസ്റ്റർ ബിർള, ഈ സ്കീം അനുസരിച്ച് ഒരാൾക്ക് മാക്സിമം എത്ര സ്വിച്ച് വാങ്ങിക്കാം എന്ന് പറ. കമ്പനി റൂൾ അനുസരിച്ച് ഒരാൾക്ക് മാക്സിമം 10 സ്വിച്ച് വരെ മേടിക്കാം. ലീലാമേ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 സ്വിച്ച് അങ്ങ് വാങ്ങിച്ചേക്കാം അല്ലേ? നീ എന്നാ പറയുന്നു? അച്ചായ, അല്ല, ഇത്രയും പൈസ കിട്ടുന്ന ഇടപാടല്ലേ നീ. നമുക്കൊരു 5 സ്വിച്ച് അങ്ങ് മേടിക്കാം. എടി, 5 വേണ്ടടി, 2 മതി. ഇല്ല അച്ചായ, 5 സ്വിച്ച് വേണം. നമുക്ക് 5 മേടിക്കാം. നീ അച്ചായ, നമ്മുടെ ആ തെങ്ങിൻതോപ്പും മാളിക വീടും ഒക്കെ 5 മേടിക്കച്ചായ. അല്ലല്ല, അവള് പറയുന്നത് കേൾക്കണ്ട. 1 സ്വിച്ചോ 2 സ്വിച്ചോ മതി. അവള് പറയും 4-5 വേണോന്നെല്ലാം പറയും. അല്ല, 2 മതി.
അയ്യോ എന്റെ അച്ചായ, 10,000 പൗണ്ട് വെച്ച് എല്ലാ മാസവും എനിക്ക് വയ്യ. എടീ ബുദ്ധി വേണോടി ബുദ്ധി. ഇനിയാണ് നമ്മൾ അങ്ങോട്ട് പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. നീ അന്ന് പറഞ്ഞില്ലേ നിനക്ക് തെങ്ങന്തോപ്പ് വേണം, അവിടെ മാളിക വേണം, എല്ലാം ഇനി നടക്കാൻ പോകുവാടി. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അച്ചായനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഇപ്പോഴേലും നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. 10,000 പൗണ്ട് വെച്ച് മാസം. അച്ചായ, എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് നാട്ടിൽ മാളിക പണിയണം. എനിക്ക് ഗൾഫിൽ ദുബായിൽ പോയിട്ട് ദുബായ് ഗോൾഡ് ഉണ്ടല്ലോ, നല്ല പ്യുവർ ഗോൾഡാ. ദുബായിൽ നിന്ന് എനിക്ക് കുറച്ച് ഗോൾഡ് മേടിച്ച് തന്നെ നമുക്ക് അമേരിക്കയിലൊന്ന് കറങ്ങാൻ പോകണം, സ്വിറ്റ്സർലൻഡിൽ പോകണം കേട്ടോ. അവിടെ കാണാൻ നല്ല രസമാണെന്നാ പറഞ്ഞത്. പിന്നെ നാട്ടിൽ നമ്മുടെ വീട് മാത്രം പണിതിട്ടാൽ പോരാ, അതിന് മുന്നിലേ ഒരു കാറും കൂടെ മേടിച്ചിടണം. 2 പട്ടി, പട്ടിയെ നോക്കാൻ ഒരാൾ, തോട്ടത്തിനെ നോക്കാൻ ഒരാൾ, ഇതൊക്കെ വേണം അച്ചായ. അച്ചായൻ എന്നാ പറയുന്ന അച്ചായ? ഇതെല്ലാം നടക്കുവോടി. സ്വിച്ച് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. പിന്നെ മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ സുൽത്താനായി വാഴും ഞാൻ, മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അണിവാതിൽ പണിയും ഞാൻ. എൻ്റെ മാത്തച്ഛ, എനിക്ക് ഭയങ്കര ഒരു അബദ്ധം പറ്റി. ഞാനൊരു സ്കീമിൽ ചേർന്നു, പോൺസി സ്വിച്ച്. അതുകൊണ്ട് ബ്രിട്ടീഷ് മലയാളി കിടക്കുന്നു. തട്ടിപ്പാ പോലും തട്ടിപ്പ്. എൻ്റെ ഒരുപാട് കാശ് പോയി. ഞാൻ നിങ്ങളോട് പോലും പറഞ്ഞില്ല. എന്നതാ ജോസഫേ പറഞ്ഞത്? അയ്യോ, പോൺസി സ്വിച്ച് തട്ടിപ്പാണെന്നോ? ലീലാമേ, എന്റെ ദൈവമേ, മുതുകാലം കുർള. ഷോ, എന്നൊക്കെ ആയിരുന്നോ ലണ്ടൻ ഹിൽട്ടൺ ഈ കോൺഫറൻസ്, ആകിരണം വികരണം. എന്റെ അച്ചായ, ഞാൻ കഷ്ടപ്പെട്ട് ഓവർ ടൈം ചെയ്തുണ്ടാക്കിയ പൈസ മുഴുവനും പോയല്ലോ. ആ കാലമാട് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ആ കുർള വന്നപ്പോ എന്നൊക്കെ ആയിരുന്നു. അവന് ടൈയ്, കോപ്പ്, സൂട്ട്, സെറ്റപ്പ്, ലാപ്ടോപ്പ്, ഐഫോണ്, കൈഫോണ്, അവനില്ലാത്തതൊന്നുമില്ല. അയ്യോ, ഇവനൊക്കെ എന്നാ തട്ടിപ്പാ. ഇവനൊന്നും ജീവിതത്തിൽ ഗുണം പിടിക്കത്തില്ല. ഇത് ഞാൻ്റെ ഒരു പൊട്ടബുദ്ധി. ഞാൻ അന്നേരെ പറഞ്ഞതാ ഒരെണ്ണം വല്ലോ എടുത്താ മതി എന്റെ അച്ചായാന്ന്. അന്നേരം ആക്രാന്തം പിടിച്ച് 5 എണ്ണം എടുത്തിട്ട് ഇപ്പൊ എന്നാ ആയി? അടുത്ത മാസത്തെ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ല. പെട്ടിയും കിടക്കയെടുത്ത് വെല്ലടത്തോട്ട് ഇറങ്ങാ ഇനി. മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല.